ദൈവത്തിൻ്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമേറിയ ഈ നല്ല പ്രഭാതത്തെങ്കിൽ പ്രഭാത ജാഗരണമായി പ്രകാരം നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ കൃപയൊരുക്കിയ ദൈവത്തെ അതിയായി സ്തുതിക്കുകയാണ്. ഏവർക്കും നല്ലൊരു പ്രഭാതം ആശംസിക്കുന്നു. ഇന്ന് പ്രഭാതം നമുക്ക് ചിന്തിക്കേണ്ട ഭാഗം ഹൃദയത്തിൻ്റെ താഴ്മയിൽ പ്രാർത്ഥിക്കുക എന്നൊരു വിഷയത്തെക്കുറിച്ചാണ്. നമുക്ക് റോമാലേഖനം അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 26-ാമത്തെ വാക്യമാണ് നമുക്ക് ധ്യാനിക്കാനുള്ളതായ ഭാഗം. ഇപ്രകാരം ചിന്തിക്കുന്നു: അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാതെ ഞെരുക്കങ്ങളിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ നാമത്തിങ്കൽ നാം പ്രാർത്ഥിക്കേണ്ട ശൈലിയെക്കുറിച്ച് ഇവിടെ പറയുകയാണ്. ക്രിസ്തുവിൻ്റെ നാമത്തിൽ നാം താഴ്മയോടും അപ്രകാരം ഹൃദയ നുറുക്കത്തോടും കൂടിയുള്ളതായ നമ്മുടെ പ്രാർത്ഥനയുടെ ശബ്ദം അത് ദൈവത്തിന് കേൾക്കാതിരിക്കുവാൻ കഴിയില്ല എന്ന് ഇവിടെ സമർത്ഥിക്കുകയാണ്. ആയതിനാൽ പ്രിയമുള്ളവരെ, നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി കടന്നു വരുമ്പോൾ നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ഒരു സമർപ്പണത്തോടുകൂടി നമ്മുടെ പാപങ്ങളെ നാം ഏറ്റു പറഞ്ഞുകൊണ്ട് ഉപേക്ഷിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥനയ്ക്കായി തലകളെ വണങ്ങുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനയുടെ ശബ്ദം സ്വർഗം ശ്രവിക്കും എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമായി അനേകം നമുക്ക് വേദപുസ്തകം കാണാൻ നമുക്ക് സാധിക്കും. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിന് സ്വീകാര്യമായ പ്രാർത്ഥനയുടെ മേൽ ഇവിടെ പറയുകയാണ്, ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തെ മൃദുവാക്കുന്നു. ആ ആത്മാവ് ഹൃദയത്തിൽ പരിവർത്തനം നടത്തുന്നതിലൂടെ നമ്മുടെ നാവിൽ നിന്ന് ഉതിരുന്നായ പ്രാർത്ഥനകൾക്ക് സ്വർഗത്തെ സ്പർശിക്കുവാൻ കഴിയും എന്ന പ്രത്യാശയാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചതിനാൽ ഇവിടെ ആവശ്യങ്ങളെ വിവേചിച്ചറിയുവാൻ നാം സമർപ്പിക്കപ്പെടുന്ന വിഷയങ്ങളുടെ മധ്യത്തിൽ അവയെ വിവേചിച്ചറിയേണ്ട കണ്ണം ആത്മാവ് പര്യാപ്തമാണ്. അപ്പോൾ ഇവിടെ അത്യന്താപേക്ഷിതമായി ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ആ സമർപ്പണത്തിൻ്റെയും ഹൃദയ നുറുക്കത്തോടു കൂടിയുമുള്ളതായ പ്രാർത്ഥനകളാണ്. ആ ഹൃദയം ഉടച്ചുകൊണ്ട്, ആ ഹൃദയം അതിനെ കല്ലായ ഹൃദയത്തെ ഉടച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളുടെ ശബ്ദം, നാം ഉച്ചരിക്കുന്ന വാക്കുകൾ, പ്രത്യേകമായി നാം ഉച്ചരിക്കുന്ന വാക്കുകളുടെ മധ്യത്തിലുള്ളതായ മൗനം വരെ സ്വർഗം വീക്ഷിക്കുന്ന ഒരു അനുഭവം. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥന ഇത്രത്തോളം ദൈവത്തിന് ഹിതപ്രകാരമായിരിക്കേണ്ട ഇവിടെ പ്രാർത്ഥന കേൾക്കുന്നവനാകുന്ന ഒരു ദൈവത്തിന് മുമ്പിലാണ് നാം സമർപ്പിക്കപ്പെടുന്നത്. കണ്ണുനീര് തൂകുമ്പോൾ മനസ്സലിയുന്നവനാകുന്ന ഒരു ദൈവത്തിന് മുമ്പിൽ നമ്മുടെ യാചനയുടെ ശബ്ദങ്ങളെ നമ്മൾ സമർപ്പിക്കുമ്പോൾ ആ യാചനകളെ മറികടന്നു പോകുവാൻ ദൈവത്തിന് കഴിയുകയില്ല. കാരണം ഹൃദയഭാരത്തോടു കൂടി വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ടുള്ളതായ പ്രാർത്ഥനകൾക്ക് അത് സ്വർഗത്തെ സ്പർശിക്കുവാൻ കഴിയുമെന്ന് വേദപുസ്തകം പറയുകയാണ്. നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ നമ്മുടെ നാവിൽ നിന്ന് ഉതിരുന്നായ വാക്കുകൾക്ക് ആ ഹൃദയത്തിൽ വേദന ഉളവാക്കുന്ന അല്ലെങ്കിൽ ഹൃദയം ഉടഞ്ഞുകൊണ്ടുള്ളതായ നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് സ്വർഗത്തിൻ്റെ താക്കോലാണ്. ദൈവത്തിന് സ്തോത്രം. എത്ര മഹത്തരമായ ഒരു അനുഭവമാണ് സ്വർഗത്തിൻ്റെ ഭണ്ഡാരത്തിൻ്റെ താക്കോൽ, അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ ഭണ്ഡാരത്തെ തുറക്കുവാൻ തക്കവണ്ണം നമ്മുടെ നാവിൽ നിന്നുതിരുന്നായ വാക്കുകൾ കഴിയുമെങ്കിൽ പ്രിയമുള്ളവരെ, അതെത്ര ഒരു പരിശുദ്ധിയുടെ അനുഭവമാണ്. നാം ദൈവസന്നിധിയിൽ പലപ്പോഴും നാം നമ്മുടെ പെറ്റീഷൻ നാം സമർപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ യാചനകൾ നാം വിശ്വാസത്തോടു കൂടി നാം സമർപ്പിക്കേണ്ടതാണ്. ഒരിക്കലും ആജ്ഞയുടെ അനുഭവമല്ല. പിന്നെയോ നാം ദൈവസന്നിധിയിൽ അപേക്ഷിക്കുക, നാം ചോദിക്കുന്നതിന് മുൻപായി അത് ലഭ്യമാകും എങ്കിൽ, അങ്ങനെ ഒരു പ്രത്യാശ ഉളവാക്കുന്ന അനുഭവത്തോടു കൂടി നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, സ്വർഗത്തിന് ആ പ്രാർത്ഥനയെ നിരസിക്കുവാൻ കഴിയുകയില്ല. ആയതിനാൽ ഇവിടെ പറയുന്നു, എത്രമാത്രം ഒരു അനുഭവം അതിൽ നമുക്ക് ആവശ്യമാണ്. അത് ദൈവവുമായിട്ടുള്ളതായ ബന്ധത്തിലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അതിനെ നമുക്ക് കൈവരിക്കുവാനും അതിൽ നിലനിൽക്കുവാനും ഒക്കെ സാധിക്കുകയുള്ളൂ. ദൈവം മുൻപാകെ നാം പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ആവശ്യങ്ങളാണ് ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നത്. എന്നാൽ നമ്മുടെ ചുറ്റുപാടുമുള്ളവർ ഇതേ അനുഭവത്തിൽ തകർന്ന മനസ്സും നുറുങ്ങിയ ഹൃദയമായി ഇരിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയുള്ളതായ പ്രാർത്ഥനയും കൂടെ നാം കൈവരിക്കുമ്പോൾ ഇവിടെ പറയുകയാണ്, പ്രിയമുള്ളവരെ, ലംഘനത്താലും പാപത്തിൻ്റെ അനുഭവത്താലും വേദനിച്ചു കൊണ്ടിരിക്കുന്ന ആ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും കൂടെ നാം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. അപ്രകാരം നാം നമ്മുടെ ഹൃദയങ്ങളെ ഉടച്ചുകൊണ്ട് അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ പ്രിയമുള്ളവരെ, വചനം പറയുകയാണ്, നമ്മുടെ ഹൃദയങ്ങളെ വേഗത്തിൽ കണ്ടെത്തുവാൻ സ്വർഗത്തിന് കഴിയുമെന്ന്. ദൈവത്തിന് സ്തോത്രം. എത്ര മഹത്തരമായൊരു ഭാഗമാണ് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതായ പ്രാർത്ഥന. അതും നമുക്ക് എന്താണോ ആവശ്യമായിട്ട് നാം ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നത്, അതേ വിചാരത്തോടു കൂടി നാം അവരെയും ചേർത്ത് പിടിപ്പിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഇവിടെ ഇപ്രകാരം ലേഖനം എഴുതിയിരിക്കുകയാണ്, കല്ലായ ഹൃദയങ്ങളെ ഉടയ്ക്കുന്നതിന് വേണ്ടി നാം ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ വേഗത്തിൽ കണ്ടെത്തുവാൻ നമ്മൾ പ്രാപ്തരാകും. നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുക്കമെങ്കിൽ നമ്മുടെ വിഷയങ്ങളെ ദൈവം നോക്കിക്കൊള്ളും എന്നുള്ളതായ ഒരു ആശയം ഈ പ്രഭാത ഞാൻ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുകയാണ്. ദൈവം അതിനായി നമ്മെ ഒരുക്കട്ടെ.
തൻ്റെ വരവിനായി അനേകരെ ചേർത്ത് പിടിക്കുവാൻ ഈ പ്രഭാതത്തിങ്കിൽ ഈ ഒരു ധ്യാനം ഒരുപക്ഷെ നിങ്ങൾക്ക് കഴിഞ്ഞുവെങ്കിൽ അതൊരു പ്രത്യാശയുടെ അനുഭവം തന്നെയാണ്. നമുക്ക് ഒരു നിമിഷം കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായി ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾ എപ്രകാരം പ്രാർത്ഥിക്കണം, ഞങ്ങൾ എപ്രകാരം ദൈവത്തോട് സംസാരിക്കണം, ഞങ്ങളുടെ ഹൃദയങ്ങളെ ഉടച്ചുകൊണ്ട് ഞങ്ങളുടെ പാപത്തിൻ്റെ അനുഭവത്തിൽ ഞങ്ങൾ വെളിയിൽ വന്നുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പണത്തോടു കൂടി ഞങ്ങൾ ഹൃദയങ്ങളെ ഉടച്ചുകൊണ്ട് ഞങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, പ്രിയ ദൈവമേ, ഞങ്ങളിപ്പോൾ കേട്ടു, ഞങ്ങൾ അപ്രകാരം ഒരവസ്ഥയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളെ ദൈവം കാണുന്നുവെന്ന്. അങ്ങനെയെങ്കിൽ കർത്താവെ, അങ്ങയുടെ വരവ് അതിവേഗം ആയിരിക്കാൻ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ആ വരവിനായി ഞങ്ങളെയും ഒരുക്കണം, ഞങ്ങളിൽ ആദായപ്പെട്ടവരെയും കർത്താവെ അതിനായി അവിടുന്ന് ബലപ്പെടുത്തി ശക്തിപ്പെടുത്തി ഒരുക്കണമെന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമുള്ള നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. സ്തോത്രം.